ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു മത്തങ്ങയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞ കളറുള്ള മത്ത കഷ്ണം എടുക്കണം. ഇതിൻ്റെ പുറകു വശത്ത് നല്ല പച്ച തൊലിയായിട്ടുള്ള ഇളം മത്തങ്ങയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മത്തങ്ങ ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് നമുക്ക് ആവിയിൽ വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വേവിച്ചെടുത്ത ആ മത്തങ്ങ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഇപ്പോൾ വെള്ളം ചേർക്കരുത്, കാരണം മത്തങ്ങയിൽ ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ടാവും. അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ കണ്ട ഒരു ഏകദേശം നനഞ്ഞ പരുവത്തിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഒരു അരിനെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഉള്ളംകൈയിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയിട്ട് അതിൻ്റെ നടുക്കിൽ ചൂണ്ടുവിരലുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇത് ഈ ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും. നല്ല ഭംഗിയുണ്ട് അല്ലേ, പേടയുടെയൊക്കെ ഒരു ഷേപ്പ് പോലെ. ഇനി നമുക്കിത് ആവിയിലേക്ക് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം സ്റ്റീമായിട്ട് എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഒരു 20 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ഇതിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കരയുടെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ബോൾസുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ഇപ്പോൾ ഇത് നല്ല ശർക്കര മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ നേരത്ത് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഇതിൽ കിടന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. ഇനി ഇതിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയിട്ട് നന്നായി വരട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് ഈ വഴറ്റി വരുന്ന ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടോ ഇപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. എല്ലാ ആ മിക്സും അതിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കണ്ടോ, അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ കൊടുക്കാൻ പറ്റണ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ വെറൈറ്റിയുമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.